നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. നേത് ഹിമാറിനെ കണി കണ്ടത്. മലയാളത്തിലും തമിഴിലും TV ഷോയിലും ഒക്കെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ട്രസ് ആണ് നമുക്ക് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതാ കോട്ടപ്പുറം ജാനകിയായിരിക്കും. അല്ല സാറേ, പുതിയതാണ്, ന്യൂ. പുതിയതാ. വൈഗ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച്. ആളെ കിട്ടിപ്പോയി മതി. ഏത് ഭാഷയിലാണ്, ഏത് ഇൻട്രസ്റ്റ് ആണ് കുറച്ചും കൂടി സേഫ് എന്ന് തോന്നിയത് എവിടെയാണ്? പോരട്ടെ 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 പോരട്ടെ. ഇവിടെ സേഫ് അല്ല, എവിടെ സേഫ് അല്ല. ഇത്ര കൃത്യമായിട്ട് എങ്ങനെ പറയാൻ കഴിഞ്ഞു? കള്ളന്റെ സൈക്കോളജി പഠിച്ചാലല്ലേ കേണൽ ഈ യൂണിഫോം ഇടാൻ പറ്റൂ. തോന്നിയിട്ടുണ്ടോ? പെൺകുട്ടിയല്ല, നമ്മൾ എവിടെയെങ്കിലും സേഫ് ആണ്. പല ജാതിയിൽ നിന്നും പല വീട്ടിൽ നിന്നും വരുന്ന ആളുകളാ, പല തരക്കാരാ. എല്ലാരും എനിക്ക് ആളാം വിധം നിയന്ത്രിക്കാൻ പറ്റുന്ന വരില്ല. ഞാൻ ചില ആൾക്കാരോടൊക്കെ എനിക്ക് ദേഷ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിന്റെ വീട്ടിൽ അമ്മയമ്മങ്ങളൊന്നും ഇല്ലേ, ഇവരൊന്നും കെട്ടിപ്പിടിക്കാറില്ല, അല്ല അങ്ങനത്തെ ഫോട്ടോസും എടുക്കാറില്ല. സൂക്ഷിക്കേണ്ടത് പെണ്ണുങ്ങളാ. ഇവരേത് പെണ്ണിന് എന്ത് സംഭവിച്ചാലും അത് എന്റെ പെണ്ണിലേക്ക് വരൂ. കുറെ നാളും എന്നടുത്ത് ഒരാള് ഒരു ഫോട്ടോഷൂട്ട് ചോദിച്ചു. നീ കൂടുതൽ കഥയൊന്നും ഇറക്കണ്ട, നേരെ കാര്യത്തിലോട്ട് വാ. അപ്പൊ ഞാൻ ചോദിച്ചു, കാല് കാണിക്കാൻ പറ്റുമോ എന്ന്. കാല് കൊള്ളാല്ലേ? അല്ല തരക്കേടില്ല. ഇപ്പൊ അടുത്ത ഷൂട്ടിൽ എന്റെ ക്ലീവേജ് കാണിക്കാം. ഇതൊന്നും വെളി പറയരുത് കേട്ടോ, നാണക്കേടാണ്. ഞാനൊരു റീൽ ചെയ്തപ്പം എന്റെ വയറ് കണ്ടു, അത് ഞാൻ ഡാൻസ് കളിച്ചപ്പോ കണ്ടതാ. സ്വാഭാവികം. സിനിമ അത്ര ആഗ്രഹിച്ചു വരുമ്പോ പലപ്പോഴും അഡ്ജസ്റ്റ്മെന്റിനും കോംപ്രമൈസിനും വേണ്ടി ചോദിക്കും. ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരുപാടുണ്ടല്ലോ. നടന്മാര് പോക്കണമെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ എല്ലാവർക്കും നമ്മളെയാണല്ലോ മച്ചമ്പി. എല്ലാവർക്കും ശ്രദ്ധ സ്ത്രീകളിലാണ്. അങ്ങനെ പറയരുത്, എല്ലാവരും കാണരുത്, എല്ലാവരും അത്രക്കാരല്ല. പെൺകുട്ടി പോകുന്നുണ്ടെങ്കിൽ അവിടെ ആളും ഇല്ലേ, ഒരാണും ഇല്ലേ? ഇവിടെ നാറ്റിക്കോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഒന്ന് ആശ്വസിപ്പിക്കേ. അതെന്താ, അയാൾക്കും അതിൽ 50-50 തന്നെയാണ്. അപ്പൊ അവള് തെറ്റെങ്കിൽ അയാളും തെറ്റന്നെയായിരുന്നു. രാജമ്മ, അപ്പറഞ്ഞത് ശരിയായില്ല.